ഹായ് മക്കളെ, ഇത്തവണ ഓണപരീക്ഷ വിദ്യാഭ്യാസ വകുപ്പല്ല നടത്തുന്നത്. നിങ്ങളുടെ സ്കൂളുകളിൽ നിങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകർ തന്നെ തയ്യാറാക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉപയോഗിച്ചിട്ടാണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. അതിൻ്റെ ടൈം ടേബിളും ഒരുവിധം എല്ലാ സ്കൂളുകളിലും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് ഞാൻ നമ്മളുടെ സ്റ്റഡി കമ്മ്യൂണിറ്റിയിൽ ഞാൻ എന്ത് ചെയ്തു, ഒരു പോൾ ഇട്ട് നോക്കി. അപ്പോൾ എക്സാം എന്നാ സ്റ്റാർട്ട് ചെയ്യുന്നുള്ള കാര്യത്തിൽ യാതൊരു ഐഡിയ ഞങ്ങൾക്കില്ലായിരുന്നു. ഇപ്പോൾ നമുക്ക് ഉറപ്പിച്ചു, ഒരുവിധം സ്കൂളുകളിൽ, ഒരുവിധമല്ല 99.99% സ്കൂളുകളിലും ടൈം ടേബിള് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം. ആൻഡ് മെജോറിറ്റി സ്കൂളുകളിലും എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഓഗസ്റ്റ് 18-ാം തീയതിയാണ്. അതായത് +2 കുട്ടികൾക്ക് എന്നാണോ ഓണപരീക്ഷ തുടങ്ങുന്നത് അന്ന് തന്നെയാണ് തുടങ്ങുന്നത്. ചില കുട്ടികൾക്കെങ്കിലും ഓഗസ്റ്റ് 19-നോ 20-നോ സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലുണ്ട്. നിങ്ങൾ ആദ്യം നിങ്ങളുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. വെയിറ്റ്, മുഴുവൻ നിങ്ങൾ കാണണം കേട്ടോ, കുറച്ച് കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയി പറയുന്നുണ്ട്. മറ്റൊരു കൂട്ടം കുട്ടികൾക്ക് ഇപ്പം ഞാൻ ജസ്റ്റ് പോൾ ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് ഉള്ളിൽ ഓൾറെഡി എത്ര ചെയ്തു, ഓൾറെഡി 63 പേര് എന്ത് ചെയ്തു, ഓഗസ്റ്റ് 18 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. 13 പേര് ഓണം എക്സാം ഇല്ല എന്ന് പറഞ്ഞു. അത് ആക്ച്വലി ഇപ്പം നോക്കുമ്പോൾ നമുക്ക് നല്ല സുഖമാണ്, കാരണം ഓണപരീക്ഷ ഇല്ല എന്നുള്ള കാര്യമാണ്. പക്ഷെ ഓണം എക്സാം ഇല്ലാത്ത കൂട്ടരോട് ഞാൻ നിങ്ങളോട് പറയാണ്, നിങ്ങൾക്ക് ഇത്തവണ ഓണം വെക്കേഷൻ എൻജോയ് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ ഓണം എക്സാം ഇല്ല എന്ന് പറഞ്ഞവർ നിങ്ങൾക്ക് എപ്പോഴായിരിക്കും ഓണം എക്സാം? ഓണത്തിന് ശേഷമായിരിക്കും. അതായത് വെക്കേഷൻ കഴിഞ്ഞ് ബാക്കി എല്ലാ കുട്ടികളും മാക്സിമം വെക്കേഷൻ എൻജോയ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു എക്സാം കാത്തിരിപ്പുണ്ട്. അതൊരു ചതിയാണ് കേട്ടോ. സോ ഓണം എക്സാം ഇല്ലാത്ത ആൾക്കാർ ആക്ച്വലി പേടിക്കാൻ വേണ്ടത് ഒരു സുഖം ഉണ്ടാവില്ല വെക്കേഷൻ എൻജോയ് ചെയ്യാൻ. ഓക്കെ, ഇനി ടൈം ടേബിളിൻ്റെ കേസിൽ ഞാൻ പല കുട്ടികളോടും ചോദിച്ചു നിങ്ങളുടെ ടൈം ടേബിൾ അയച്ചു തരാൻ. അപ്പോൾ എനിക്ക് പലരും പല ടൈം ടേബിൾ അയച്ചു തന്നു. അപ്പോൾ അതിൽ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ട്. ഇപ്പോൾ എനിക്കൊരു കുട്ടി അയച്ചെന്ന ടൈം ടേബിളിൽ ആഫ്റ്റർനൂൺ ആണെന്ന്, 19-ാം തീയതി ആഫ്റ്റർനൂൺ ആണ് കെമിസ്ട്രി എക്സാം ഉള്ളത്. പിന്നെ എന്താണ് 20-ാം തീയതി കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് തന്നെ ആയിരിക്കും മെജോറിറ്റി സ്കൂളുകളിൽ. അല്ല, വേറൊരു കുട്ടി അയച്ച ടൈം ടേബിൾ വേറെ ഒന്നാണ്. വേറെ കുട്ടി അയച്ച ടൈം ടേബിൾ ഇവിടെ പോയി, അയ്യോ ഞാനത് ഇവിടെ വെച്ചിട്ടുണ്ട്. യെസ്, ആ ഒരു കുട്ടിക്ക് 18-ാം തീയതി മലയാളം ആണ്, പിന്നെ എന്താണ് 19-ാം തീയതി മാത്സ് ആണ്, 20-ാം തീയതി ബയോളജി ആണ്, 22-ാം തീയതി ഫിസിക്സ് ആണ്, 26-ന് ഇംഗ്ലീഷ്, 27-ന് കെമിസ്ട്രി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇത് ചിലപ്പം അങ്ങനെ ആയിരിക്കുന്ന. അല്ല, വേറൊരു സ്കൂളിൽ ഇത് തന്നെ സംഭവിച്ചിട്ടുണ്ട്. 18-ാം തീയതി സെക്കൻഡ് ലാംഗ്വേജ്, മാത്സ് 19-ാം തീയതി, ബയോളജി 20-ന്, ഫിസിക്സ് 22-ന്, 25-ന് സ്റ്റഡി ലീവാണ്, 26-ന് ഇംഗ്ലീഷ്, 27-ന് കെമിസ്ട്രി. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് മെജോറിറ്റി സ്കൂളുകളിലും +2 കുട്ടികൾക്ക് തന്ന അതേ ടൈം ടേബിളാണ് നിങ്ങൾക്കും എന്ത് ചെയ്തത് തന്നിട്ടുള്ളത്. ഈ ടൈം ടേബിൾ എത്ര പേർക്കുണ്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇനി ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഏത് ടൈം ടേബിൾ ആണെങ്കിലും താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്നാലേ നിങ്ങൾക്ക് വേണ്ടിയുള്ള ക്ലാസ്സസ് ഞങ്ങൾക്ക് തരാൻ ഞങ്ങൾക്ക് പറ്റുള്ളൂ. കാരണം ഞങ്ങൾ നാളെ മാത്സ് തരാൻ ഉദ്ദേശിക്കുമ്പോൾ നിങ്ങൾക്ക് നാളെ മലയാളം ആണെങ്കിലോ പെട്ടുപോകില്ലേ, നിങ്ങൾക്ക് ക്ലാസ് ഞങ്ങൾക്ക് തരാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ടൈം ടേബിൾ താഴെ കമൻറ്റ് ചെയ്യുക, ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഏത് ദിവസമാണ്, ഈവൻ സമയം പോലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ എങ്കിൽ മാത്രമേ റെക്കോർഡഡ് ആയിട്ടും ലൈവായിട്ടും നിങ്ങൾക്ക് ക്ലാസ്സസും സ്റ്റഡി പ്ലാനും ഞങ്ങൾക്ക് സെറ്റാക്കി തരാൻ പറ്റൂ. അപ്പോൾ നിങ്ങളുടെ ഇതിനനുസരിച്ച് ഞങ്ങളൊരു സ്റ്റഡി പ്ലാൻ തരാം. ഞങ്ങളുടെ നിലവിലെ ഡിസിഷൻ മെജോറിറ്റി സ്കൂളുകളിലുമുള്ള ആ ഒരു രീതി പിടിക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതായിരിക്കും ഞങ്ങൾ ടൈം ടേബിളായിട്ട് ഞങ്ങൾ കൺസിഡർ ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് അറിയിക്കുകയാണ്. മറ്റൊരു കുട്ടിയുടെ ടൈം ടേബിളിലൊക്കെ കുറേ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഇനി ഇതിന് വേണ്ടിയിട്ട് ഓണപരീക്ഷ ഉള്ളവർ ഇനിയൊന്ന് നമുക്ക് മുന്നോട്ട് എങ്ങനെ നോക്കിയാൽ ഒരു 5 ദിവസമേ കിട്ടുള്ളൂ. ഓക്കെ, ആ 5 ദിവസം പഠിക്കാൻ വേണ്ടി ഇന്ന് നമ്മൾ സ്റ്റഡി പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ സ്റ്റഡി പ്ലാനിൽ നിങ്ങൾക്ക് 0 നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് എങ്ങനെയെങ്കിലും ഈ ഓണപരീക്ഷയ്ക്ക് മുഴുവൻ മാർക്കിലേക്ക് എത്താനുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ ഈ 5 ദിവസം നിങ്ങൾ ഒന്ന് എഫേർട്ട് എടുക്കുക കേട്ടോ. ഇന്ന് രാത്രിയാണ് ലൈവ്, മറക്കണ്ട. നമ്മുടെ ഈ ചാനലിലാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. ഇനി ഒരു കാര്യം കൂടി നോക്കിക്കോ, നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റഡി കമ്മ്യൂണിറ്റി പോലെ ഈസി ഫിസിക്സ് എന്ന് പറഞ്ഞ പല കമ്മ്യൂണിറ്റിയൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കമ്മ്യൂണിറ്റീസിലൊക്കെ ഫിസിക്സിൻ്റെ പല സ്കൂളുകളിൽ നടക്കുന്ന എക്സാംസും അതിൻ്റെ ആൻസേഴ്സും നോട്ട്സും ഒക്കെ മൈക്രോ ബിറ്റൊക്കെ നമ്മൾ ഷെയർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. സോ ഇത് നിങ്ങൾക്ക് മാക്സിമം യൂസ്ഫുൾ ആയിരിക്കും. വേഗം ജോയിൻ ചെയ്യാൻ നിങ്ങൾ ഇതിൻ്റെ താഴെ കാണുന്ന കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കട്ടെ. ഞാൻ ഇതിൻ്റെ ലിങ്കുകളൊക്കെ, ലൈവിൻ്റെ ലിങ്ക് ആണെങ്കിലും സ്റ്റഡി പ്ലാൻ്റെ ലിങ്ക് ആണെങ്കിലും ഇതിൻ്റെ ലിങ്ക് ആണെങ്കിലും ഒക്കെ പിൻ ചെയ്യാം. നമ്മളെ സ്റ്റഡി ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാൻ നിങ്ങൾ മറക്കണ്ട. എല്ലാം കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കാം. ഒന്ന് ലൈവ് ലിങ്ക് പോയിട്ട് ഒന്ന് ലൈക്ക് അടിച്ച് വെക്കാം, നോട്ടിഫൈ ചെയ്ത് വെക്കാം കേട്ടോ. ഇനി ഒന്ന് സീരിയസ് ആവാ, നിങ്ങളൊരു 5 ദിവസം എഫേർട്ട് എടുത്താൽ മതി. ആ 5 ദിവസം നിങ്ങളുടെ എഫേർട്ടിന് സത്യസന്ധമായിട്ട് നിങ്ങൾ എഫേർട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും കേട്ടോ. ഉറപ്പിച്ചോ, വിശ്വസിക്കാം.